21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ നഗരസഭയുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസന നേട്ടങ്ങളും ഭാവി സങ്കല്പങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വികസന സദസ്സ് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. 2020-25 കാലയളവിൽ നഗരസഭ നടപ്പാക്കിയ അനവധി വികസന പദ്ധതികളുടെ നേട്ടങ്ങളും മുന്നേറ്റങ്ങളും സദസ്സിൽ അവതരിപ്പിക്കപ്പെട്ടു. ചെയർപേഴ്സൺ P. ഷാജി അധ്യക്ഷനായിരുന്നു. നഗരസഭയുടെ പ്രവർത്തനങ്ങളായ ഫ്ളാറ്റ് സമുച്ചയം, സൗജന്യ കുടിവെള്ള കണക്ഷൻ, രാമൻചാടി കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം, നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഡയപ്പർ വണ്ടി, ബ്യൂട്ടി സ്പോട്ട്, ഓപ്പൺ ജിം, ഗ്രൗണ്ടുകളുടെ നവീകരണം, ആധുനിക റോഡുകൾ, ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും വീണ്ടെടുപ്പും, വിദ്യാലയങ്ങളിലെ വർണ്ണക്കൂടാരം, AR ലാബ്, കമ്പ്യൂട്ടർ ലാബ്, പ്രഭാത ഭക്ഷണ പദ്ധതി, ഹൃദ്യം പദ്ധതി, പാലിയേറ്റീവ് സേവനങ്ങൾ, ഭിന്നശേഷി സാന്ത്വനം, സ്കൂട്ടർ വിതരണം, കുടുംബശ്രീ പ്രവർത്തനങ്ങൾ തുടങ്ങി അനവധി പദ്ധതികളുടെ വിജയകരമായ നടപ്പാക്കലിനെ കുറിച്ച് ചെയർപേഴ്സൺ വിശദീകരിച്ചു. വികസന സദസ്സിൽ നഗരസഭയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ, സാമൂഹ്യ സംഘടനകൾ, പൌരപ്രതിനിധികൾ എന്നിവർ സജീവമായി പങ്കെടുത്ത് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ്, മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ, അഡ്വക്കേറ്റ് ഷാൻസി, K. ഉണ്ണികൃഷ്ണൻ, മൻസൂർ നെച്ചിയിൽ, കൌൺസിലർമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MK ശ്രീധരൻ മാസ്റ്റർ, ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ സെക്രട്ടറി KR ലാൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ലീൻ സിറ്റി മാനേജർ വത്സൻ CK സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു.